എല്ലാവർക്കും വേദാന്തു മലയാളം ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ നീറ്റ് 2023 റിസൾട്ടൊക്കെ വന്നു. ഒരുപാട് കുട്ടികൾക്ക് നല്ല സന്തോഷം, കുറച്ച് പേർക്കൊക്കെ സങ്കടമായിട്ടുണ്ടായിരിക്കും. ആൻഡ് നല്ല റാങ്കും അടിപൊളി റിസൾട്ടൊക്കെ കിട്ടിയ എല്ലാ കുട്ടികൾക്കും മൈ ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് എന്താ പറയുക, ഇപ്രാവശ്യം പെർഫോം ചെയ്യാൻ പറ്റാത്ത കുട്ടികൾ സങ്കടപ്പെടുകയൊന്നും വേണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇയർ കൂടെ ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഡോറ് തുറന്നു വെച്ചിട്ടുണ്ടായിരിക്കും. സോ നിങ്ങളുടെ ഫ്യൂച്ചർ എവിടെയാണെന്നുള്ള കാര്യമൊക്കെ നല്ല അടിപൊളി ഒരു ഫ്യൂച്ചർ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിരിക്കും. ഈ ഒരു നീറ്റ് കിട്ടിയില്ല എന്ന് വിചാരിച്ച് നിങ്ങളുടെ ജീവിതം അവസാനിക്കുന്നൊന്നുമില്ല. സോ ആരും അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. പക്ഷേ ഞാനിപ്പോൾ വന്നത് എന്തിനെക്കുറിച്ച് സംസാരിക്കാനാണെന്ന് ചോദിച്ചാൽ നീറ്റ് കൗൺസിലിങ്ങിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. നീറ്റ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്കറിയാം നമ്മുടെ ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ഇതിൻ്റെ ഒരു പ്രോസസ്സായിട്ട് തന്നെയുണ്ട്. സോ അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത്. എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങളുടെ കയ്യിൽ വേണ്ടത്, എന്തൊക്കെ സ്റ്റെപ്സ് ആണ് നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ തെറ്റുകളാണ് വരുത്താൻ പറ്റാത്തത്, എത്രയാണ് ഇതിൻ്റെ ഫീസ് സ്ട്രക്ചർ വരുന്നത്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ എന്തായാലും നീറ്റ് ക്വാളിഫൈ ആയ കുട്ടികൾക്ക് എന്തായാലും ഒരു യൂസ്ഫുൾ വീഡിയോ തന്നെയായിരിക്കും ഇത്. ആൻഡ് ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ കോട്ട സീറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത്. കേരള സ്റ്റേറ്റ് കോട്ട സീറ്റ്സ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ ദിസ് ഇസ് ഫോർ ഓൾ ഇന്ത്യ കോട്ട സീറ്റ്സ്. ഓക്കെ, അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ടു വേദാന്തു മലയാളം. നമ്മുടെ ചാനലിലേക്ക് ഫസ്റ്റ് ടൈം ആണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കണ്ട. എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തും കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ സൈറ്റാണ് നമ്മുടെ MCC മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി. ഈ സൈറ്റിൽ കയറിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, UG മെഡിക്കൽ കൗൺസിലിംഗ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. സോ ഇവരെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ടീസ്, അതായത് എന്തൊക്കെയാണ് ഇവിടെ നടക്കേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റെപ്സ് ഇതാണുള്ളത്. നീറ്റ് കൗൺസിലിംഗ് സ്റ്റെപ്സ് എന്ന് പറയുന്നത് നമുക്ക് 3-4 അലോട്ട്മെന്റ്സ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് റൗണ്ട് ഉണ്ടായിരിക്കും, നമുക്ക് സെക്കൻഡ് റൗണ്ട്, ദെൻ മോപ്പപ്പ് റൗണ്ട്, ദെൻ സ്ട്രേ വേക്കൻസി അലോട്ട്മെന്റ്. ഇങ്ങനെ 4 റൗണ്ട്സ് ആയിട്ടാണ് നമ്മുടെ അലോട്ട്മെന്റ് പ്രോസസ്സും നമ്മുടെ സീറ്റും അഡ്മിഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമ്മുടെ ഒരു മെഡിക്കൽ കോഴ്സിന്റെ അഡ്മിഷന് വേണ്ടിയിട്ടുള്ളത്. സോ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ MCC ഞാൻ പറഞ്ഞ പോലെ മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി നീറ്റ് രജിസ്ട്രേഷൻ പ്രോസസ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക, ഇൻക്ലൂഡിങ് പേയ്മെന്റ്. ദെൻ കൗൺസിലിംഗ് ചോയ്സ് ഫില്ലിംഗ് ആൻഡ് ലോക്കിംഗ്. നിങ്ങൾക്ക് ഏത് കോളേജാണ് വേണ്ടത്, എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ലോക്ക് ചെയ്യണം. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ സംസാരിക്കുന്നുണ്ട്. ജസ്റ്റ് ഞാനൊരു ഓവർവ്യൂ പറഞ്ഞു തരാണ് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം. ഫസ്റ്റ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നു, പേയ്മെൻറ്റ് നടത്തുന്നു. ദെൻ നിങ്ങൾ നിങ്ങളുടെ ഏതൊക്കെ കോളേജസ് ആണ് നിങ്ങളുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ അതിൻ്റെ ലിസ്റ്റൊക്കെ ഉണ്ടാക്കുന്നു, അത് ലോക്ക് ചെയ്യുന്നു. ദെൻ റൗണ്ട് 1 നിങ്ങൾക്ക് നിങ്ങൾക്ക് സീറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോകുന്നു, ചേരുന്നു. റിപ്പോർട്ടിംഗ് ടു അലോട്ടഡ് മെഡിക്കൽ അല്ലെങ്കിൽ ഡെൻ്റൽ കോളേജ്, നിങ്ങൾ ഏതിനാണോ കൊടുത്തത് ആ കോളേജിൽ നിങ്ങൾ ആ സമയത്ത് റിപ്പോർട്ട് ചെയ്യുക. റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ആ ഒരു സീറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടും. അടുത്ത ഒരു റാങ്ക് ആരാണോ അവിടെ ഉള്ളത് ആ കുട്ടിക്ക് ആ ഒരു സീറ്റ് കൊടുക്കുന്നതുമായിരിക്കും. സോ ബി വിജിലൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ റൗണ്ട് 2 ഉണ്ടാവും. അഗെയിൻ പിന്നെ എത്ര വേക്കൻസീസ് ആണുള്ളത് അതിനനുസരിച്ച് റൗണ്ട് 2 ഉണ്ടായിരിക്കും. ദെൻ റൗണ്ട് 2 നിങ്ങൾ അഗെയിൻ അവിടെ പോവുക. നിങ്ങൾക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് റൗണ്ട് 1 റൗണ്ട് 2 അല്ലെങ്കിൽ മോപ്പോ സ്ട്രേ വേക്കൻസിയോ ലാസ്റ്റ് അവസാനം വരെ നമ്മൾ പൊരുതും എന്തായാലും കിട്ടാനായിട്ട്. സോ ഇത്രയും പ്രോസസ്സസ് ആണ് ഇവിടെ നടക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് എന്തൊക്കെയാണ് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ്, ആ കോളേജിലേക്ക് പോകുമ്പോൾ നമ്മളെ കയ്യിൽ വേണ്ട ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യം. ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ ഇപ്പം തന്നെ ഒരു ഫയലിലാക്കി അവിടെ എടുത്തു വെക്കുക. ഇതായിരിക്കും നിങ്ങൾക്ക് കോളേജിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, എങ്ങനെയാണ് സ്കോർ കാർഡ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് വൺ വാലിഡ് ID പ്രൂഫ്. വാലിഡ് ID പ്രൂഫ് ഒന്നുകിൽ നിങ്ങൾ ആധാർ കാർഡ് ആവാം, അല്ലെങ്കിൽ പാൻ കാർഡ്, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ്, അല്ലെങ്കിൽ പാസ്പോർട്ട്. ഇതിൽ ഏതും നിങ്ങളുടെ വാലിഡ് ID പ്രൂഫായിട്ട് നിങ്ങൾക്ക് അവിടെ കാണിക്കാം. നെക്സ്റ്റ് വൺ പാസ്പോർട്ട് സൈസ് ഫോട്ടോ. റീസെൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അറ്റ്ലീസ്റ്റ് 8 എങ്കിലും നിങ്ങളുടെ കയ്യിൽ വെക്കുക. 8 എണ്ണെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ സൂക്ഷിക്കണം. ആൻഡ് നെക്സ്റ്റ് വൺ പ്രൊവിഷണൽ അലോട്ട്മെന്റ് ലെറ്റർ. നിങ്ങളുടെ കൗൺസിലിങ്ങിനായിട്ട് നിങ്ങളെ കോളേജിൽ നിന്ന് വിളിച്ച അലോട്ട്മെന്റിന് ആ ഒരു പ്രൊവിഷണൽ അലോട്ട്മെന്റ് ലെറ്ററും നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുക്കണം. നെക്സ്റ്റ് വൺ നിങ്ങൾ ഏതെങ്കിലും ഒരു റിസർവേഷൻ നിങ്ങൾ അർഹരായ കുട്ടികളാണെങ്കിൽ OBC അല്ലെങ്കിൽ EWS അല്ലെങ്കിൽ SC ST അല്ലെങ്കിൽ PWD കാറ്റഗറി, ഇങ്ങനെ ഏതെങ്കിലും ഒരു റിസർവേഷന് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ആ റിസർവേഷൻ്റെ നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ PWD സർട്ടിഫിക്കറ്റ്, ഇതിൽ ഏതാണോ നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ളത് ആ ഒരു സർട്ടിഫിക്കറ്റും നിങ്ങൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഈ എല്ലാ ഡോക്യുമെൻറ്റ്സും ഒറിജിനൽ
ഡോക്യുമെൻ്റ് നിങ്ങളുടെ കയ്യിൽ വേണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം നിങ്ങൾ ഒരുമിച്ചാക്കിയിട്ട് ഒരു ഫയലിൽ സൂക്ഷിക്കുക. പോകുമ്പോൾ ഒന്നുപോലും മിസ്സാവാതെ കൊണ്ടുപോകണം. നമ്മുടെ സീറ്റ് പോണ കാര്യമാണ്. സോ എല്ലാവരും ഇതൊന്ന് എന്താ പറയുക നല്ലോണം ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? ഇനി നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്തൊക്കെയാണ് നടക്കാന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. കാൻഡിഡേറ്റ്സ് ഹു ഹാവ് ക്വാളിഫൈഡ് ആൻഡ് എലിജിബിൾ ഫോർ കൗൺസിലിംഗ് പ്രോസസ് ഫോർ NEET can register through the official website mcc.nic.in. ഈ ഒരു വെബ്സൈറ്റ് ആണ് നമ്മൾ നേരത്തെ കാണിച്ചത്. മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റീൻ്റെ എന്താ പറയുക വെബ്സൈറ്റ് ആണ് നമ്മൾ നേരത്തെ കാണിച്ചത്. ഈ ഒരു mcc.nic.in എന്ന വെബ്സൈറ്റിൽ കയറിയിട്ടാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത്. രജിസ്റ്റർ ചെയ്യാതെ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ എന്താ പറയുക കോഴ്സ് അല്ലെങ്കിൽ കോളേജ് ഡീറ്റെയിൽസ് ഒന്നും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ പേര് വരില്ല. രജിസ്ട്രേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ എന്തായാലും രജിസ്റ്റർ ചെയ്തിരിക്കണം. നെക്സ്റ്റ് വൺ, നിങ്ങളുടെ സ്കോർ കാർഡും എന്താണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കാണിക്കുന്ന നിങ്ങളുടെ സ്കോർ കാർഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കോളേജിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അനദർ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നമ്മുടെ സ്കോർ കാർഡ് എന്ന് പറയുന്നത്. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഡോക്യുമെൻറ്റ്സും നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ കരുതി വെക്കുക നിങ്ങളുടെ അലോട്ട്മെൻറ്റിന് നിങ്ങളുടെ കോളേജിലേക്ക് പോകുന്നതിന് മുന്നേ. സോ ഫസ്റ്റ് വൺ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഓൾ എലിജിബിൾ കാൻഡിഡേറ്റ്സ് ആർ റിക്വയർഡ് ടു രജിസ്റ്റർ. നമ്മുടെ നേരത്തെ പറഞ്ഞ വെബ്സൈറ്റ് വഴി നിങ്ങൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് നോക്കുക. അവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അവിടെ UG എന്താ പറയുക കൗൺസിലിംഗ് രജിസ്ട്രേഷൻ എന്ന് കാണാൻ പറ്റും. അവിടെ രജിസ്റ്റർ നൗ എന്നുള്ള ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ NEET 2023 കൗൺസിലിംഗ് ഫോം അവിടെ അപ്പിയർ ആവും. നെക്സ്റ്റ് വൺ, നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ആയിട്ടുള്ള നിങ്ങളുടെ നെയിം, മദേഴ്സ് നെയിം, കോൺടാക്ട് നമ്പർ, റോൾ നമ്പർ എക്സെട്ര നിങ്ങൾ അവിടെ കൊടുക്കണം. കോൺടാക്ട് നമ്പറും മെയിൽ ID അവിടെ ചോദിക്കും. നമ്മുടെ നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ്റെ സമയത്ത് പറഞ്ഞ പോലെ തന്നെ കോൺടാക്ട് നമ്പറും മെയിൽ ID വാലിഡ് ആയിട്ടുള്ള, അപ്പം മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ആക്സസിബിൾ ആയിട്ടുള്ള മെയിൽ ID മൊബൈൽ നമ്പറും നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എല്ലാ മെസ്സേജസും എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പോലും മൊബൈൽ SMS-ലും നിങ്ങളുടെ ഇമെയിൽ ത്രൂ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. സോ അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. മൊബൈൽ നമ്പറും മെയിൽ ID കൊടുക്കുമ്പോൾ എന്താ പറയുക വാലിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള നമ്പറും മെയിൽ ID ഒക്കെ നിങ്ങൾ കൊടുക്കാനായിട്ട് നോക്കുക. ദെൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്യുക സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ. ഓക്കെ, നെക്സ്റ്റ് വൺ, നിങ്ങളുടെ പുതിയ ഒരു റോൾ നമ്പറും പാസ്വേഡും നിങ്ങളുടെ മെയിലിലേക്കും SMS ആയിട്ടും നിങ്ങളുടെ ഫോണിലേക്കും കിട്ടും. സോ ആ ഒരു മെസ്സേജും നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക. പുതിയ റോൾ നമ്പറും പാസ്വേഡും ഇത് വെച്ചിട്ടാണ് നിങ്ങൾ ഇനി ഫർദർ പ്രൊസീജിയേഴ്സിലൊക്കെ മൂവ് ചെയ്യുന്നത്. ഈ ഒരു പുതിയ റോൾ നമ്പറും പാസ്വേഡും യൂസ് ചെയ്തിട്ടായിരിക്കും. സോ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ഓർത്ത് വെക്കുക. അത് എവിടെയെങ്കിലുമൊക്കെ എഴുതി വെക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കുക ആ ഒരു നമ്പേഴ്സ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ, നിങ്ങളുടെ ക്രെഡൻഷ്യൽസ് 2023 കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്രെഡൻഷ്യൽസ് എല്ലാം നിങ്ങൾ MCCൻ്റെ വെബ്സൈറ്റിൽ കൊടുക്കുക. നെക്സ്റ്റ് വൺ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ പുതിയ റോൾ നമ്പറും പാസ്വേഡും എൻ്റർ ചെയ്തിട്ട് നിങ്ങൾ അവിടെ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തിട്ട് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണോ അവർ ചോദിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ കൊടുക്കുക. ദെൻ ക്ലിക്ക് ഓൺ കൺഫേം NEET കൗൺസിലിംഗ് 2023 രജിസ്ട്രേഷൻ. അവസാനം എന്ത് ചെയ്യുക? കൺഫേം NEET 2023 കൗൺസിലിംഗ് രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു രജിസ്ട്രേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിൻ്റെ പ്രിൻ്റ് ഔട്ടും നിങ്ങളുടെ കയ്യിൽ വെക്കുക. കാരണം ഇതിനൊക്കെ ഒരു പ്രൂഫ് വേണം നമ്മുടെ കയ്യിൽ. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പോകുന്നത് ഓൺലൈൻ പേയ്മെൻറ്റിലേക്കാണ്. സോ അതിന് മുന്നേ നിങ്ങൾ ഈ ഒരു പ്രിൻ്റ് ഔട്ടും നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ നമ്മുടെ ഫീ ആണ്. ഫീ നമ്മൾ ആദ്യം ഇത് രജിസ്റ്റർ ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ഓൺലൈൻ മോഡിൽ നമ്മൾ എന്ത് ചെയ്യണം? പേയ്മെൻറ്റ് നടത്തേണ്ടതായിട്ടുണ്ട്. ഒന്നുകിൽ നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ എന്ത് യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഇവിടെ എന്താ പറയുക ഫീ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ദെൻ നമ്മുടെ 15% ഓൾ ഇന്ത്യ കോട്ട റാങ്ക് വരുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൻ്റെ റീഫണ്ടബിൾ ട്യൂഷൻ ഫീ വരുന്നത് 10,000 ആണ്. ജനറൽ അൺറിസർവ്ഡ് കാറ്റഗറിക്കുള്ളത്. അല്ലെങ്കിൽ SC ST OBC PWD കാറ്റഗറി ആണെങ്കിൽ 5,000 ആണ് വരുന്നത് റീഫണ്ടബിൾ ട്യൂഷൻ ഫീ വരുന്നത്. ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ 2 lakhും. ഇവിടെ എന്താ പറയുക റിസർവേഷൻസ് ഒന്നും തന്നെ ഇല്ല. നെക്സ്റ്റ് വൺ, നിങ്ങളുടെ നോൺ റീഫണ്ടബിൾ രജിസ്ട്രേഷൻ ഫീ വരുന്നത് ഇവിടെ 1,000 ആണ്. ഡീംഡ് യൂണിവേഴ്സിറ്റി 5,000. എഗെയിൻ നമ്മുടെ എന്താ പറയുക റിസർവേഷൻ ഉള്ള കുട്ടികൾക്കാണെങ്കിൽ 500. ഇവിടെ എഗെയിൻ റിസർവേഷൻ ഒന്നുമില്ല ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ. നെക്സ്റ്റ് ആണ് നമ്മുടെ ഫീ പേയ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ചോയ്സ് ഫില്ലിംഗ് വരുന്നത്. ചോയ്സ് ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഏത് കോളേജിൽ പഠിക്കാനാണ് ആഗ്രഹം. നല്ല റാങ്കുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ആദ്യം കിട്ടേണ്ടത് ഈ കോളേജാണ്. സോ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ എപ്പോഴും അലോട്ട്മെൻറ്റിന് കൊടുക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഏത് കോളേജാണോ വേണ്ടത് ആ കോളേജിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. ദെൻ സെക്കൻഡ് പ്രയോറിറ്റി, തേർഡ് പ്രയോറിറ്റി, അങ്ങനെ നിങ്ങൾ കൊടുത്തിട്ട് എല്ലാ കോളേജസും നിങ്ങൾ കൊടുക്കുക.
കൊടുത്തിട്ട് ഓരോ കോളേജസ് കൊടുക്കുമ്പോൾ നിങ്ങൾ സേവ് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആ ഒരു കോളേജിൽ അലോട്ട്മെന്റ് അപ്ലൈ ചെയ്തതായിട്ട് കണക്കാക്കില്ല. സോ സേവ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ അഗെയിൻ ഒഫീഷ്യൽ പോർട്ടലിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്യുക. പേയ്മെന്റ് നടത്തി കഴിഞ്ഞതിന് ശേഷം ഓൺലൈൻ മോഡിൽ പേയ്മെന്റ് നടത്തിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ അഗെയിൻ ലോഗിൻ ചെയ്യുക MCCന്റെ വെബ്സൈറ്റിലേക്ക്. ചൂസ് യുവർ പ്രിഫേർഡ് കോഴ്സ് അലോങ് വിത്ത് കോളേജസ്. നിങ്ങൾക്ക് MBBS ആണോ BDS ആണോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആ കോഴ്സ് സെലക്ട് ചെയ്യുക. ദെൻ അവിടുത്തെ കോളേജസും നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയുക ചോയ്സസ് അവിടെ ഫില്ല് ചെയ്യാം. നമ്മുടെ ഫസ്റ്റും സെക്കൻഡും തേർഡ് ചോയ്സ് എല്ലാം നിങ്ങളവിടെ സെറ്റ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഇപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആഡ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. ആൻഡ് അവിടെ അത് തീരണം. ദെൻ നിങ്ങൾക്ക് അതിലൊരു ചേഞ്ചസും വരുത്താൻ പറ്റില്ല. ഫൈനലൈസ് ചെയ്തിട്ട് ലോക്ക് യുവർ പ്രിഫറൻസ് ഫോർ NEET 2023 കൗൺസിലിംഗ്. ആസ്പിരൻസ് മസ്റ്റ് നോട്ട് that no further edits will be entertained. പുതിയതായിട്ട് നിങ്ങൾക്ക് വേറൊന്നും അവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. സോ നല്ല രീതിയിൽ നോക്കിയിട്ട് മാത്രം എല്ലാ കോളേജസും നിങ്ങൾ ചോയ്സ് ഒക്കെ സെലക്ട് ചെയ്ത് ചെയ്യാനായിട്ട് നോക്കുക. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അപ്പം തന്നെ ആഡ് ചെയ്യുക. ഡിലീറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു കോളേജിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ കിട്ടിയാൽ പിന്നെ നിങ്ങൾ അവിടെ പോയി ചേരേണ്ടി വരും. പിന്നെ വേറൊരു കോളേജിലേക്ക് നിങ്ങൾക്ക് പ്രൊമോട്ടഡ് ആവുമെന്ന് പറയാൻ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. സോ നിങ്ങൾക്ക് വേണ്ടാത്തൊരു കോളേജ് ഒരിക്കലും നിങ്ങൾ കൊടുക്കാതിരിക്കുക. ആൻഡ് യെസ്, അപ്പോൾ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കുക. ആഡ് ചെയ്യേണ്ടത് ആഡ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യേണ്ടത് ഡിലീറ്റ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് ദെൻ ലാസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഫൈനലൈസ് ആൻഡ് ലോക്ക് യുവർ പ്രിഫറൻസ്. ദെൻ നിങ്ങൾക്ക് വേറൊരു ഫർദർ എഡിറ്റ്സ് ഒന്നും ഇവർ എൻ്റർടൈൻ ചെയ്യില്ല എന്നാണ് പറയുന്നത്. മേക്ക് ഷുവർ യു ഹാവ് എ കോപ്പി വിത്ത് യു ഫോർ ഫർദർ റെഫറൻസ്. നിങ്ങളുടെ കയ്യിൽ ഈ ഒരു നിങ്ങൾ എന്താ പറയുക ഓരോ പ്രിഫേർഡ് കോളേജസ് നിങ്ങൾ ഏതൊക്കെയാണ് സെലക്ട് ചെയ്തതെന്നുള്ള കാര്യത്തിൻ്റെ കോപ്പിയും നിങ്ങളുടെ കയ്യിലുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തുക ഫർദർ റെഫറൻസിനായിട്ട്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ സ്റ്റെപ്പ് 4, സീറ്റ് അലോട്ട്മെന്റ്. സോ നിങ്ങൾ ഏത് കോളേജിലാണോ കൊടുത്തത്, നിങ്ങൾക്ക് ഏത് കോളേജിലാണ് അഡ്മിഷൻ കിട്ടുന്നത് എന്നുള്ള കാര്യം നിങ്ങളുടെ കൗൺസിലിങ്ങിനായിട്ട് ആ ഒരു കോളേജിൽ നിന്ന് നിങ്ങളെ വിളിക്കും. ഒഫീഷ്യൽ അതോറിറ്റീസ് ക്രിയേറ്റ് എ സീറ്റ് അലോക്കേഷൻ ലിസ്റ്റ് ഫോർ NEET Counselling 2023. ലിസ്റ്റ് നമ്മുടെ എന്താ പറയുക list is prepared based on the choice filling during the NEET Counselling 2023 registration and all India quota. നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്കിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഏത് കോളേജാണോ അലോട്ട് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ AIR, കാരണം ഓൾ ഇന്ത്യ കോട്ടയിലുള്ള സീറ്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. സോ നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്കിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ സീറ്റ് അലോട്ട് ആവുന്നത് ഏത് കോളേജിലേക്കാണെന്ന് വെച്ചാൽ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ ഒരു ലിസ്റ്റ് അവിടെ പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരിക്കും. ഒഫീഷ്യൽ പോർട്ടൽ ഓഫ് MCCയിൽ ആ ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ എന്താ പറയുക മെയിലായാലും നിങ്ങളുടെ നമ്പറിലായാലും നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ കിട്ടും. സോ ഓൾവേസ് നിങ്ങൾ ആ MCCൻ്റെ സൈറ്റ് ലോഗിൻ ചെയ്ത് നിൽക്കുക. ആൻഡ് ഡേറ്റ്സ് ഒക്കെ നല്ല കൃത്യമായിട്ട് നോക്കുക. ഏത് ഡേറ്റിലാണ് ആ കോളേജിലേക്ക് വരാൻ പറഞ്ഞതെന്നുള്ള കാര്യമൊക്കെ നല്ലോണം നിങ്ങൾ നോക്കുക, ശ്രദ്ധിച്ചിട്ട് മാത്രം ചെയ്യുക. ആ പറഞ്ഞ സമയത്ത് തന്നെ കോളേജിൽ നിങ്ങൾ പ്രസൻറ്റ് ആവാനായിട്ട് നിങ്ങൾ ഓർക്കുക. ആ സമയത്ത് നിങ്ങൾ അവിടെ ഇല്ലെങ്കിൽ തൊട്ടടുത്ത റാങ്കിലുള്ള കുട്ടിക്ക് വേണമെങ്കിൽ അവിടെ ചാൻസ് കിട്ടാവുന്നതാണ്. സോ നിങ്ങൾ ആ ഒരു എന്താ പറയുക നിങ്ങളുടെ ആ ഒരു എന്താണ് അതിന് പറയുന്നത്, നിങ്ങളുടെ ആ ഒരു ചാൻസ് നിങ്ങൾ മിസ്സാക്കരുത്. ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ചാൻസ് നിങ്ങൾ മിസ്സാക്കരുത്. സോ ദാറ്റ്സ് ഇറ്റ്. ഈ ഒരു കാര്യം നിങ്ങൾ ഭയങ്കര ശ്രദ്ധിച്ച് മാത്രം ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഫൈനൽ മോപ്പപ്പ് റൗണ്ട്സും എന്താ പറയുക റിമൈനിങ് സീറ്റ്സ് ഒക്കെ അങ്ങനെ ഫില്ലാവും. സ്ട്രേ വേക്കൻസി അലോട്ട്മെൻറ്റും ഒക്കെ നടന്നിട്ട് ബാക്കി എല്ലാ സീറ്റ്സും അവിടെ ഫില്ലാവുന്നതായി. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യമായിട്ട് ഉടനെ തന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഫോർ മോർ അപ്ഡേറ്റ്സ് സ്റ്റേ ട്യൂൺ ടു അവർ ടെലഗ്രാം ചാനൽ ഓൾസോ. നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് പോയിട്ട് ജോയിൻ ചെയ്യുക. ആൻഡ് ഓൾസോ ചാനലിലേക്ക് ഫസ്റ്റ് ടൈം ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കണ്ട. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓൾസോ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. സോ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.